മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് അറസ്റ്റിൽ. പ്രത്യേക സംഘം ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇക്കാര്യം കൊല്ലം കോടതി അറിയിച്ചു. സാരംഗ് സുധാകരൻ ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, എപ്പോഴായിരുന്നു അറസ്റ്റ്? ഇനി എന്താണ് നടപടി? എൽദോ 7 മണിയോട് കൂടിയായിരുന്നു നടപടിക്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചത്. ചികിത്സയിൽ തുടരുന്ന ശങ്കരദാസിനെ അറസ്റ്റിൽ ചെയ്യാത്തതിന് 2 തവണയോളം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് വിജയകുമാറിനെയും ശങ്കരദാസിലേക്കും അന്വേഷണം എന്തുകൊണ്ട് എത്തുന്നില്ല എന്നൊരു ചോദ്യമായിരുന്നു. ആ സമയത്ത് ഈ പത്മകുമാർ അടക്കം അറസ്റ്റിലായിട്ടും ആ സമയത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല, ഉന്നതരിലേക്ക് പോകാൻ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം മടി കാണിക്കുന്നതിനടക്കമുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു ആ സമയത്ത് ഉയർത്തിയത്. അതിനുശേഷമാണ് വിജയകുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്തത്. എന്നിട്ടും ശങ്കരദാസിലേക്ക് എത്താതെ കോടതി വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കർശനമായ തരത്തിലുള്ള കോടതിയുടെ ഭാഗത്തും പരാമർശമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഹോസ്പിറ്റൽ, അതായത് SP ഫോർട്ടിലെത്തി തിരുവനന്തപുരത്തെ SP ഫോർട്ടിൽ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ തുടരുന്നത്. അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നാളെ മറ്റ് നടപടികളിലേക്ക് കടക്കും. ഈ ഒരു അറസ്റ്റ് ചെയ്ത വിവരം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതൊരു ഉന്നതരിലേക്ക് എത്താൻ കഴിയുന്നില്ല, അതായത് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ കനത്ത വിമർശനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും IPS ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മേലാകെ സമ്മർദ്ദം ചെലുത്തുന്നു ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ. അതായത് നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നത് ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ഒപ്പം സർക്കാരിനടക്കം അത് വളരെ തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെന്നടക്കമുള്ള പരാമർശങ്ങൾ ഉയർന്നത്. അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര കണ്ട് തൃപ്തികരമല്ലാത്തതുകൊണ്ട് SP ഫോർട്ടിൽ അതിനെ ചികിത്സ തുടരാനാണ് സാധ്യത. അതോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു സ്ഥിതിഗതികളിലടക്കം പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. എന്ന് തന്നെയായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ 2 തവണയുള്ള വിമർശനങ്ങൾക്ക് ശേഷം, കർശന വിമർശനങ്ങൾക്ക് ശേഷം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനി വലിയ വിമർശനമാണ് ഉന്നയിച്ചത് ഹൈക്കോടതി. എന്തുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു മാന്യത പുലർത്തുന്നില്ല എന്ന് പോലും കോടതിക്ക് ചോദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഈ ICUലായിരുന്നു എന്നാണല്ലോ പ്രതിഭാഗം എന്ന് കോടതി അറിയിച്ചത്. ഈ ICUയിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറക്കിയിരുന്നോ? അത്തരത്തിൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എൽദോ. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി SIT സംഘം ഉടൻ തന്നെ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. കാരണം നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അവർ അവിടെ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മാറുകയായിരുന്നു. ഇവിടെ നിന്നും എന്തായാലും, അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റി വൈദ്യപരിശോധനയ്ക്ക് ശേഷം റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറ്. പക്ഷേ അത്തരം ക്രമങ്ങളിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു, അതായത് ICU, അതായത് തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ അദ്ദേഹം തുടരുന്നു. അത്ര കണ്ടുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തു. കോടതിയുടെ വലിയ വിമർശനമൊക്കെ അന്വേഷണ സംഘം നേരിട്ടതാണ് ഈ വിഷയത്തിൽ. അറസ്റ്റ് ഉണ്ടാകാത്തതിൽ എന്നാണെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ സാരംഗ് സുധാകരൻ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.